ഒരു സാമ്രാജ്യത്തെ, അതും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെപ്പോലൊരു വമ്പന വെല്ലുവിളിക്കാൻ എത്ര പേര് വേണം? ആയിരങ്ങൾ? അതോ ലക്ഷങ്ങളോ? അല്ല, ചിലപ്പോ വെറുമൊരു ആശയം മതിയാവും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയൊരു കഥയാണ്. ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ തന്നെ തലവിധി മാറ്റി എഴുതിയൊരു പ്രസ്ഥാനത്തിന്റെ കഥ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കഥ. അതെ, ഈ ചോദ്യം തന്നെയാണ് ഈ കഥയുടെയെല്ലാം കാതൽ. വെറും 72 പേർ. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു വലിയ സാമ്രാജ്യത്തിനെതിരെ അവർക്കൊറ്റയ്ക്ക് എന്തു ചെയ്യാനാകൂ, അല്ലേ? ദാ ഈ കാണുന്ന ഒത്തുചേരൽ, ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. പക്ഷെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഇത്ര ചെറിയൊരു സംഘം ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയത്? ഈ ഒരു നമ്പർ 72, ഇത് മറക്കരുത്. അതെ, ഒരു സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ വേണ്ടി ആദ്യമായി ഒത്തുകൂടിയത് വെറും ഇത്രയും പേരായിരുന്നു. തുടക്കം വളരെ ചെറുതായിരുന്നു, ശരിയാണ്. പക്ഷേ അവരുടെ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം വലിപ്പമുണ്ടായിരുന്നു. അപ്പോ എല്ലാ വലിയ കഥകളെയും പോലെ തന്നെ നമുക്കും ഇതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു ആശയം ഉണ്ടായത്? ശരിക്കും ഇവിടെയാണ് ഈ കഥയിലെ ആദ്യത്തെ ഒരു ട്വിസ്റ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യസമര പ്രസ്ഥാനമായിട്ടല്ല തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്ക് ഒന്നൊത്തുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി, അത്രമാത്രമായിരുന്നു ലക്ഷ്യം. അതിലും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് തുടക്കമിട്ടത് ഒരു ബ്രിട്ടീഷുകാരൻ തന്നെയായിരുന്നു, A.O. ഹ്യൂം. അങ്ങനെ 1885 ബോംബെയിൽ വെച്ച് ആ ചരിത്രനിമിഷം പിറന്നു. W.C. ബാനർജിയുടെ അധ്യക്ഷതയിൽ ആ 72 പ്രതിനിധികൾ ഒത്തുകൂടി. അവർ അന്ന് അറിഞ്ഞിരുന്നോ എന്നറിയില്ല, പക്ഷേ ഒരു പുതിയ ഇന്ത്യയുടെ പിറവിക്കാണ് അവർ അവിടെ തുടക്കം കുറിച്ചത്. അപ്പോ ഏതൊരു പ്രസ്ഥാനത്തിനും അതിനെ മുന്നോട്ട് നയിക്കാൻ കുറച്ച് നേതാക്കൾ വേണമല്ലോ. ആരായിരുന്നു കോൺഗ്രസിന്റെ ആ ആദ്യകാല അമരക്കാർ? കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള ഒരു പ്രത്യേകതയായിരുന്നു അതിന്റെ വൈവിധ്യം. ഒന്നാലോചിച്ച് നോക്കിയേ, ആദ്യത്തെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മുസ്ലിം പ്രസിഡന്റ് വന്നു, ബദറുദ്ദീൻ തയ്യബ്ജി. പിന്നാലെ ഒരു ഇംഗ്ലീഷ് പ്രസിഡന്റ്, ജോർജ് യോൾ. പിന്നെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി ആനി ബസന്റും. അപ്പോൾ ഇത് വെറുമൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലെന്ന് വ്യക്തം, അല്ലേ? വളർന്നു വരുന്നൊരു ഇന്ത്യയുടെ നേർക്കാഴ്ചയായിരുന്നു അത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്: വെറും ചർച്ചകൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ പതിയെ കോൺഗ്രസിന്റെ സ്വഭാവവും മാറാൻ തുടങ്ങി. വെറും സംവാദങ്ങളിൽ നിന്ന് അവർ ആവശ്യങ്ങളിലേക്ക് കടന്നു. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: എപ്പോഴാണ് പ്രാതിനിധ്യത്തിനായുള്ള ഈ ആവശ്യം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒരു മുറവിളിയായി മാറിയത്? ആ ഒരു ടേണിംഗ് പോയിന്റ് അതേതായിരുന്നു? ഉത്തരം ഈ ഒരൊറ്റ വാക്കിലുണ്ട്: പൂർണ്ണ സ്വരാജ്, അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ഇനി ചർച്ചകളില്ല, ഒത്തുതീർപ്പുകളുമില്ല, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പദവികളല്ല. ഇന്ത്യക്കാർക്ക് വേണ്ടത് സ്വന്തം രാജ്യത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണമാണ്. അതായിരുന്നു ആ നിർണായകമായ പ്രഖ്യാപനം. 1929 ലാഹോർ സമ്മേളനം ശരിക്കും ഒരു തീപ്പൊരി തന്നെയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് തങ്ങളുടെ ലക്ഷ്യം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു: പൂർണ്ണ സ്വരാജ്. ആ നിമിഷം മുതൽ ഇനി പിന്നോട്ട് ഒരു വഴിയില്ലായിരുന്നു. മുന്നോട്ട് ഒരൊറ്റ ലക്ഷ്യം മാത്രം: സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചാൽ മാത്രം മതിയോ? പോരല്ലോ, ഇനി പ്രവർത്തിക്കേണ്ട സമയമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ യാത്രയിലെ നിർണായക നിമിഷങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം എന്നു പറയുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലാദ്യം വരുന്ന മുഖം ഗാന്ധിജിയുടേതാണ്, അല്ലേ? കോൺഗ്രസിന്റെ ആത്മാവും ശക്തിയുമെല്ലാം അദ്ദേഹമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പങ്കിന് കോൺഗ്രസിനുള്ളിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരുപക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഒന്ന്, അതെ, വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷെ സത്യം അതാണ്. ഒരേ ഒരു തവണ ഒരു ജനതയെ മുഴുവൻ നയിച്ച ആ മഹാത്മാവ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രസിഡന്റ് പദവി വഹിച്ചത് 1924 ബെൽഗാം സമ്മേളനത്തിൽ മാത്രമാണ്. കാരണം പദവികൾക്കെല്ലാം അപ്പുറമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നുവെന്നോ ആശയങ്ങളെ പ്രവർത്തനമാക്കി മാറ്റാനുള്ള കഴിവായിരുന്നു. നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനം തന്നെ എടുക്കാം. സ്റ്റെപ്പ് 1, നിസ്സഹകരണത്തിനുള്ള ഒരു പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നു. സ്റ്റെപ്പ് 2, 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിൽ അത് പാസാക്കുന്നു. സ്റ്റെപ്പ് 3, അതോടുകൂടി അതൊരു രാജ്യവ്യാപകമായ പ്രക്ഷോഭമായി മാറുന്നു. ഇതായിരുന്നു അവരുടെ പ്രവർത്തന രീതി. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യക്ക് നൽകിയ പൈതൃകം വളരെ വലുതാണ്. ആധുനിക ഇന്ത്യയുടെ DNA-യിൽ എന്ന് തന്നെ പറയാം. കോൺഗ്രസിന്റെ സംഭാവനകൾ നമുക്ക് എവിടെയെല്ലാം കാണാൻ കഴിയും. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളെല്ലാവരും അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് പാടുന്ന നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന, അതുപോലെ സ്വാതന്ത്ര്യസമരത്തിന് ആവേശം പകർന്ന വന്ദേമാതരം, ഇത് രണ്ടും ആദ്യമായി ഒരു പൊതുവേദിയിൽ പാടിയത് കോൺഗ്രസ് സമ്മേളനങ്ങളിലാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? കോൺഗ്രസ് രൂപം കൊടുത്തത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ആത്മാവിനുകൂടിയാണ്.
നമ്മൾ ഈ കഥ തുടങ്ങിയത് ഈയൊരു ചിത്രത്തിൽ നിന്നാണ്, ഓർമ്മയില്ലേ? അന്ന് നമ്മൾ ഇതിനെ ഒരു ചെറിയ തുടക്കത്തിന്റെ ചിത്രമായിട്ടാണ് കണ്ടത്. എന്നാൽ ഇപ്പം നമുക്കറിയാം, ഇത് വെറുമൊരു യോഗമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ രാജ്യത്തിന്റെ ശില്പികളായി മാറിയ ആ 72 പേരുടെ യാത്രയുടെ ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു ഇത്. അപ്പോൾ വെറും 72 പേരിൽ നിന്ന് ഒരു രാജ്യത്തെ നയിക്കുന്ന ബഹുജന പ്രസ്ഥാനത്തിലേക്കുള്ള ഈ യാത്ര, ഇത് നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു പക്ഷേ ശരിയായ ഒരു ആശയവും അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളുമുണ്ടെങ്കിൽ അസാധ്യമായി ഈ ലോകത്തൊന്നുമില്ല എന്നല്ലേ? ഈ കഥ വെറും ചരിത്രമല്ല, ഇന്നും നമുക്കെല്ലാവർക്കും പ്രചോദനമാകേണ്ട ഒന്നാണ്. ഈ വിവരണം ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി.